മാർക്കിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതിൽ ഉപന്യാസമുണ്ട്, പ്രഭാഷണമുണ്ട്, മുഖപ്രസംഗം ഉണ്ടാവും, ആസ്വാദനം ഉണ്ടായിരിക്കും. ഒരു പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്ന രീതിക്ക് ആസ്വാദനം ചോദിക്കാം കവിത തന്നിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് 7 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അതിൽ നമുക്ക് കുറച്ചെണ്ണം നോക്കാം. അതിൽ ഒരു ചോദ്യം നോക്കിയേ, പഴയ കാർഷിക രീതികളും ഇന്നത്തെ കൃഷിയിലെ വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ഒരു ചെറിയ ഉപന്യാസം. നിങ്ങൾക്ക് ഉപന്യാസമൊക്കെ പറയുന്നവരെ ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തലക്കെട്ടായിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എങ്ങനെ ആദ്യം കൃഷിരീതിയെ കുറിച്ച് പറയാം. പഴയകാല കൃഷിരീതി എങ്ങനെയായിരുന്നു, ഇന്നത്തെ കൃഷിരീതി എങ്ങനെയാണ് മാറിയത്, ഇന്നത്തെ ആളുകൾക്ക് കൃഷിയോട് താല്പര്യമുണ്ടോ, ഇന്ന് ജൈവവളം ഉപയോഗിച്ചാണോ കൃഷി ചെയ്യുന്നത്, ആ രീതിക്ക് എന്ത് ചെയ്യണം, വിശദീകരിക്കണം. നമുക്ക് എങ്ങനത്തെ കൃഷിരീതിയാണ് ഇനി ആവശ്യം, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ കൺക്ലൂഷനിലും കൂടെ പറയാം. ഈ രീതിക്ക് ഒരു 3 പാരഗ്രാഫ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. കേരളം പണ്ട് കാലം മുതൽ തന്നെ കാർഷിക സംസ്കാരത്തിൽ ആധാരിതമായ ഒരു നാടാണ്. മുൻകാലങ്ങളിൽ ഓരോ കുടുംബത്തിനും സ്വന്തമായി പാടവും പറമ്പും ഉണ്ടായിരുന്നു. നെൽകൃഷിയും പച്ചക്കറിയും കൃഷിയും സ്വയം പര്യാപ്തതയെ അടിസ്ഥാനമാക്കിയായിരുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ ഗ്രാമജീവിതത്തിന്റെ സാംസ്കാരിക മുഖങ്ങളായി നിലനിന്നിരുന്നു. ജാതി മതഭേദമന്യേ സഹവർത്തിത്വത്തോടെ ജീവിച്ച ഗ്രാമസമൂഹം കാർഷിക ജീവിതത്തിന് ആത്മബന്ധം നൽകിയിരുന്നു. ഇന്നത്തെ കാലത്ത് കാർഷിക മേഖല നിരവധി വെല്ലുവിളികളാണ് നേരിടുന്നത്. കൃഷിയിലേക്ക് എത്താൻ ആളുകളുടെ അഭാവം, ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തത്, കൃഷിയിടങ്ങൾ റബ്ബറിനും ഫ്ളാറ്റുകൾക്കും വഴിമാറുന്നത് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. പഴയ പോലെ പറമ്പിന്റെ ഓരോ തൊടികകളിലും കൃഷിയെന്ന ആത്മബന്ധം ഇന്ന് അപൂർവമായി മാറിയിരിക്കുന്നു. അതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അനിശ്ചിതമായ മഴ, ശല്യങ്ങൾ എന്നിവയും കർഷകരെ കഠിനമായി ബാധിക്കുന്നു. ഈ വെല്ലുവിളികളെ മറികടക്കാൻ കാർഷികതയോടുള്ള നമ്മുടെ സമീപനം മാറ്റേണ്ടതുണ്ട്. ശാസ്ത്രീയമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും സഹകരണ കൃഷി മാതൃകകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യണം. കർഷകരെ സംരക്ഷിക്കുകയും കൃഷിയെ ആദരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിത്തമാണ്. അപ്പോൾ മാത്രമേ കാർഷിക സംസ്കാരത്തിന്റെ പുനരുജ്ജീവനം സാധ്യമാകൂ. ഇപ്പം നിങ്ങൾ എസ് ഒക്കെ എഴുതുന്ന സമയത്ത്, ഇതിപ്പം വളരെ ഷോർട്ടാക്കി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ 7 മാർക്കിനാവുന്നേരം നിങ്ങൾ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ മിനിമം ഒരു പകുതിയോളെങ്കിലും എഴുതണം. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് കൃഷിയെക്കുറിച്ച് തന്നെ വിശദീകരിച്ച് എഴുതുക. അതിപ്പോൾ നമ്മളെല്ലാം ഷോർട്ടാക്കിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് കൃഷിയെക്കുറിച്ച് വിശദീകരിക്കാം. എന്നിട്ട് പഴയ കൃഷിരീതി എങ്ങനെയായിരുന്നു, നമ്മുടെ പാഠഭാഗത്ത് പറയുന്നത് എങ്ങനെയാണ്, ഇന്നത്തെ കാലത്തെ കൃഷിരീതി എങ്ങനെയാണ്, ഇനി നമ്മൾ എങ്ങനെയാണ് കൃഷിരീതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു 3 പാരഗ്രാഫ് ഇങ്ങനെ വൃത്തിക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് വേണം ഉപന്യാസം എഴുതാൻ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അമ്മ അങ്ങനെ ആരോടും പ്രത്യേകം ഷെയർ ഇല്ല. അമ്മയ്ക്ക് അങ്ങനെ ആരോടും പ്രത്യേകം ഷെയർ ഇല്ലല്ലോ. സമകാലിക കേരളത്തിന്റെ കുടുംബഘടനയിൽ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും കേരളത്തിന്റെ കുടുംബഘടനയിൽ ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത്. പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുക. നമ്മൾ നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കാണണം. ലൈവിൽ ഓരോ പാഠഭാഗത്തിലും വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അന്ന് നോക്കണം. തലക്കെട്ട് കൊടുക്കണം. ഉപന്യാസമാണ്, തലക്കെട്ട് കൊടുക്കണം. തലക്കെട്ടിന് 1 മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുടുംബം എന്ന സംവേദന വിഭജനം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളൊക്കെ തലക്കെട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, വിശദീകരിക്കാം. ഇവിടെ തന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വൻ മാറ്റങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബം. പത്മരാജൻ തിരക്കഥയിൽ അംബികയുടെ വാക്കുകൾ അമ്മ മലയാള കുടുംബങ്ങളിലെ സ്നേഹവും പാരമ്പര്യവും എല്ലാം അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയർ അല്ലല്ലോ. അതിൻ്റെ കടുത്തൊരു സാമൂഹിക വിമർശനമാണ്. കുടുംബം എന്നത് ഒരിക്കലും ചുമതലകളുടെ പങ്കുവെപ്പായി മാത്രം ചുരുങ്ങിപ്പോകുന്നതല്ല. വീട്ടമ്മ എന്ന നിലയിലുള്ള അമ്മയുടെ ത്യാഗങ്ങളും സമർപ്പണങ്ങളും ഭാവിയിൽ അവകാശമായി ഉയരില്ലെന്ന സന്ദേശം സമൂഹത്തിന് അപകടകരമാണ്. വീടും പറമ്പും ആസ്തിയും ആണെങ്കിലും അതിൻ്റെ ഹൃദയത്തിൽ അമ്മയുടെ തപസ്സാണെന്ന് മറന്നു പോകരുത്. ഇത് ഘടനയുടെ തകർച്ചയെ സൂചിപ്പിക്കുന്നു. സംയുക്ത കുടുംബം അണുകുടുംബത്തിലേക്ക് പതിയെ മാറുമ്പോൾ മുതിർന്നവരെ ബാധ്യതയായി കാണുന്ന സമീപനം ശക്തമാകുന്നു. ആധുനിക ജീവിതശൈലിയും വൻ ജനസഞ്ചാരവും ടെക്നോളജിയുടെ ഇടപെടലും എല്ലാം ചേർന്ന് അമ്മ എന്ന പ്രതീകത്തെ ദുർബലമാക്കി മാറ്റുന്നു. അമ്മയ്ക്ക് സ്വന്തമായുള്ള ഷെയർ ഇല്ല എന്നതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനം ഇപ്പോൾ എവിടെയാണ് എന്നതിൻ്റെ മറുപടിയാണ്. കുടുംബത്തിലെ അംഗമായി തുടരണമെങ്കിൽ പോലും അവർക്കൊരു ലോജിക്കൽ പാർട്ട് വേണമെന്ന് സമൂഹം നിശ്ചയിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിലും അതേസമയം സാമ്പത്തികവും സാമൂഹികമായി അംഗീകാരവും ഉള്ള നിലയിലും അവരവരുടേതായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടത് ആധുനിക കാലത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിയുന്നു. അമ്മയെന്നോ ഗൃഹനാഥയെന്നോ ഉള്ള സ്ഥാനങ്ങൾ ഇന്ന് വിലമതിക്കപ്പെടുന്നില്ല എന്നത് അപകടകരമായ ഒരു വിഷയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ,
ഭാഷാപ്രതിജ്ഞ എന്ന കവിതയിൽ എന്താണ് മാതൃഭാഷ തനിക്ക് എന്തെല്ലാമാണെന്നാണ് MT പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംഘമായി ചർച്ച ചെയ്യുക. തുടർന്ന് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് മാതൃഭാഷാ ദിനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മുഖപത്രത്തിലേക്ക് ഒരു മുഖപ്രസംഗം. മുഖപ്രസംഗം എന്ന് വെച്ചാൽ പ്രസംഗമല്ല, അത് എഡിറ്റോറിയലാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അത് പത്രത്തിൽ വരുന്നൊരു വാർത്തയാണ്. അപ്പോൾ പത്രഭാഷയിൽ തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുമോ? എന്തെങ്കിലും ഒരു തലക്കെട്ട് നമുക്ക് കൊടുക്കാം. നല്ല ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു തലക്കെട്ട് എന്ത് ചെയ്യാം? കൊടുക്കാം. ലക്ഷ്യത്തെ തേടിയുള്ള യാത്രയിൽ ഒരാൾക്ക് തണലാവാനും തുണയാവാനും കഴിയുന്നത് ശബ്ദത്തിലൂടെയാണ്, അതായത് ഭാഷയിലൂടെയാണ്. ഈ ഭാഷ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ തുടിപ്പാണ്. എഴുത്തുകാരനായ MT വാസുദേവൻ നായർ സ്വന്തം ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ അത് വെറും ആശയവിനിമയത്തിനുള്ള ഉപകരണം മാത്രമായി അദ്ദേഹം കാണുന്നില്ല, മറിച്ച് ജീവിതം തന്നെയാകുന്നു. മലയാളം എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, എൻ്റെ അമ്മയുടെ തലോടലാണ്. ഈ വാക്കുകൾ ഭാഷയും ജീവിതവും തമ്മിലുള്ള അതിരില്ലാത്ത ബന്ധം വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിയുടെ ആന്തരിക ജീവിതം മുതൽ സാമൂഹിക ജീവിതം വരെ എല്ലാ തരത്തിലും മാതൃഭാഷയ്ക്ക് ഉജ്ജ്വല സ്ഥാനമുണ്ടെന്ന് ഈ ഭാഷാപ്രതിജ്ഞ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ആധുനികതയുടെ കുതിപ്പിനൊപ്പം നമ്മുടെ ഭാഷാപ്രയോഗങ്ങളുടെ ഭേദങ്ങളും വേഗത്തിൽ മാറുന്നു. കുടുംബ ബന്ധങ്ങളിൽ മാതൃഭാഷയ്ക്ക് പകരം ആഗോള ഭാഷകൾ പ്രാധാന്യം നേടുന്നു. മാതൃഭാഷ എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം മാത്രമല്ല, അത് ഓരോരുത്തരുടെയും തനിമയുടെയും പെരുമയുടെയും ആദരവുമാണ്. ഭാഷയില്ലാത്ത സംസ്കാരത്തിനും സംസ്കാരമില്ലാത്ത ജീവിതത്തിനും ഭാവിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്തോളണം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ മാതൃഭാഷയുടെ സംരക്ഷണവും സംവർദ്ധനവും എല്ലാവരുടെയും കടമയാണ്. മാറ്റങ്ങൾ ഭാഷയിലും പ്രതിഫലിക്കും. ഭാഷാ പഠിതാക്കൾ പഠിക്കാത്ത ഒരുപാട് വാക്കുകൾ ഇന്നത്തെ കുട്ടികളുടെ ഡിജിറ്റൽ ലോകത്തുണ്ട്. എല്ലാം ചുരുക്കി പറയുന്നതാണ് പുതുതലമുറയ്ക്ക് ഇഷ്ടം. അതുപോലെ തന്നെ പല ഭാഷകൾ സംയോജിപ്പിച്ച് പുതിയ ഭാഷകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും വളരെ മിടുക്കാണ് അവർക്ക്. ഇത് ഒരു ഭാഷയും വേണ്ടത് അറിയാത്തത് കൊണ്ടോ പുതുഭാഷകൾ തേടലുകൊണ്ടോ അറിയില്ല. ചിലപ്പോഴെങ്കിലും അയ്യോ ഇവർ ഭാഷയെ കൊല്ലുന്നേ എന്ന് മറ്റുള്ളവരെ നോക്കി വിലപിക്കാനേ പലർക്കും സാധിക്കാറുള്ളൂ. വിദ്യാലയങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പൊതുസ്ഥാപനങ്ങളിലേക്ക്, വീടുകളിൽ നിന്ന് തുടങ്ങി വേദികളിലേക്ക് മലയാളം നിലനിൽക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഭാഷയായി തന്നെ ആയിരിക്കണം. എൻ്റെ ഭാഷ, എൻ്റെ സ്വഭാവം, എൻ്റെ ഭാഷ, എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞ് നിർത്താം. ഓക്കെ, ഈ രീതിക്ക് ഭാഷയുടെ പ്രാധാന്യത്തെ പറയാം. ഇന്നത്തെ ആളുകൾ എങ്ങനെയാണ് ഭാഷയെ കാണുന്നത്, എങ്ങനെയാണ് ഇന്നത്തെ ആളുകൾ മാതൃഭാഷയ്ക്ക് കൊടുക്കുന്ന പരിഗണന, എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മൾ പ്രാധാന്യം കൊടുത്താലേ നമ്മുടെ സംസ്കാരം, നമ്മുടെ അഭിമാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാഷയായിരിക്കണം എന്നുള്ള രീതിയിൽ ക്രോഡീകരിച്ച് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രീതിക്ക് മുഖപ്രസംഗവും പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താണ് ഓരോ പാഠഭാഗത്തിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക. പിന്നെ മോർ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതിന് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി വേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ക്ലിയർ ആയോ, എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ, അതൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.